നമസ്കാരം. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഡിസംബർ 25-നാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത്. നമ്മുടെ രാജ്യത്തുമെല്ലാം തന്നെ ഡിസംബർ 25-നാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത്. പക്ഷേ ഇന്നലെ, അതായത് ജനുവരി 7-ന് ലോകത്തെ ഏതാണ്ട് 25 കോടിയോളം വരുന്ന ഒരു വിഭാഗം വിശ്വാസികൾ ക്രിസ്മസ് ആഘോഷിച്ചിരുന്നു. ഇത് പതിവുള്ളതാണ്. ഡിസംബർ 25-ന് പകരം എന്തുകൊണ്ടാണ് ഇവർ ജനുവരി 7-ന് ക്രിസ്മസ് ആഘോഷിച്ചത് എന്ന് തിരക്കുമ്പോഴാണ് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉണ്ടായ വലിയൊരു മാറ്റമാണ് ഇതിന് കാരണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവർ വിശ്വസിക്കുന്നത് ജനുവരി 7-നാണ് ക്രിസ്തു ജനിച്ചത് എന്നുള്ളതല്ല. പക്ഷേ ഇതിലെ പ്രധാന കാരണമായി മാറിയത് ഒരു കലണ്ടറാണ്. അത് ജൂലിയൻ കലണ്ടറാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നത്. എന്നാൽ 1582-ൽ അന്നത്തെ പോപ്പ് ഗ്രിഗറി അദ്ദേഹം പുതിയൊരു കലണ്ടർ കൊണ്ടുവന്നു. ജൂലിയൻ കലണ്ടർ കൃത്യത കുറവാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഗ്രിഗറി മാർപ്പാപ്പ പുതിയ ഗ്രിഗോറിയൻ കലണ്ടർ കൊണ്ടുവന്നത്. ഗ്രിഗോറിയൻ കലണ്ടറും ജൂലിയൻ കലണ്ടറും തമ്മിൽ അടിസ്ഥാനപരമായി ചില കാര്യങ്ങളിൽ വലിയ തോതിലുള്ള സമയ വ്യത്യാസങ്ങളുണ്ട്. അതുതന്നെയാണ് ഇപ്പോൾ ഈ രണ്ട് വിഭാഗങ്ങളും രണ്ട് സമയത്തായി ക്രിസ്മസ് ആഘോഷിക്കുന്നതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന്. നേരത്തെ പറഞ്ഞതുപോലെ ജനുവരി 7-നാണ് ക്രിസ്തു ജനിച്ചത് എന്ന് ഈ വിശ്വാസികൾ കരുതുന്നില്ല. പക്ഷേ കലണ്ടറിനെ അടിസ്ഥാനമാക്കിയാണ് അവർ ഇപ്പോൾ ക്രിസ്മസ് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ സമയ വ്യത്യാസം കണക്കാക്കി നോക്കുമ്പോൾ 2101-ൽ ജനുവരി 8-നായിരിക്കും ക്രിസ്മസ് ആഘോഷിക്കേണ്ടി വരിക എന്നാണ് ഇപ്പോൾ കണക്കാക്കുന്നത്. അതായത് ഈ വിഭാഗങ്ങൾ, റഷ്യൻ ഓർത്തഡോക്സ് സഭ ഉൾപ്പെടെയുള്ള ലോകത്തെ വളരെ പ്രധാനപ്പെട്ട ചില സഭകൾ ഉപയോഗിക്കുന്നത് മരിയൻ കലണ്ടറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇതിൽ വലിയ തോതിലുള്ള സമയ വ്യത്യാസം ഉണ്ടാകുന്നത്. അവർ ഗ്രിഗോറിയൻ കലണ്ടറിനെ അംഗീകരിക്കുന്നില്ല. BC 44-ൽ ജൂലിയൻ കലണ്ടർ അവതരിപ്പിച്ചത് ജൂലിയസ് സീസറായിരുന്നു. എന്നാൽ ഇതിലെ 11 മിനിറ്റ് സമയം അമിതമായി കണക്കാക്കി എന്നാണ് പിന്നീട് കണ്ടെത്തിയത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗ്രിഗോറിയൻ കലണ്ടർ ആവിഷ്കരിക്കാൻ മാർപ്പാപ്പ തീരുമാനിച്ചത്. ജൂലിയൻ കലണ്ടർ ഓരോ 128 വർഷത്തിലും ഒരു ദിവസം നഷ്ടപ്പെടുന്നിടത്ത് ഗ്രിഗോറിയൻ കലണ്ടർ ഓരോ 3236 വർഷത്തിലും ഒരു ദിവസം നഷ്ടപ്പെടുന്നു എന്ന രീതിയിലാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. ഏതായാലും ഇത് മൊത്തത്തിൽ കണക്കൂട്ടി നോക്കുമ്പോൾ 10 ദിവസത്തെ ഒരു വ്യത്യാസം ഇതിലുണ്ടാകുന്നുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ക്രിസ്മസ് ആഘോഷത്തിലേക്ക് പലരും മാറുന്നത്. പക്ഷേ 25 കോടിയോളം വരുന്ന ജനങ്ങളാണ് ഇത്തരത്തിൽ ക്രിസ്മസ് ആഘോഷിക്കുക എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ രാജ്യത്തൊക്കെ തന്നെ നമ്മൾ ഡിസംബർ 25-ന് ആഘോഷിക്കുമ്പോൾ റഷ്യൻ ഓർത്തഡോക്സ് സഭ ഉൾപ്പെടെയുള്ള ലോകത്തെ ഒരുപാട് രാജ്യങ്ങൾ, ബൾഗേറിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലൊക്കെ തന്നെ ക്രിസ്മസ് ആഘോഷിക്കുന്നത് ഈ വലിയൊരു വിഭാഗം ഈ ജനുവരി 7-ാം തീയതിയാണ്. ജൂലിയൻ കലണ്ടർ ഗ്രിഗോറിയൻ കലണ്ടറിനേക്കാൾ 13 ദിവസം പിന്നിലാണ്. അതാണ് ഇത് തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം. ജൂലിയൻ കലണ്ടറിലെ ജനുവരി 25 വരുന്നത് ശരിക്കും നമ്മുടെ ജനുവരി 7-നാണ്. ഇതാണ് ഇത് തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം. അതുകൊണ്ടാണ് ജനുവരി 7-ന് അവർ ക്രിസ്മസ് ആഘോഷിക്കുന്നത്. ഏതായാലും ഇതിലെ പ്രധാന വില്ലനായി മാറിയത് കലണ്ടർ തന്നെയാണ് എന്ന് നമ്മൾ കരുതേണ്ടത്. ലോകത്ത് ഒരുപാട് കലണ്ടറുകൾ പണ്ടത്തെ കാലത്ത് ഇത്തരത്തിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിലും ഈ ഗ്രിഗോറിയൻ കലണ്ടറും ജൂലിയൻ കലണ്ടറും തമ്മിലുണ്ടായ സമയത്തിൻ്റെ വ്യത്യാസം അത് 13 ദിവസമായി നീണ്ടപ്പോൾ ക്രിസ്മസ് ആഘോഷിക്കുന്നതും ഈ ഒരു വലിയ വിഭാഗം അത്രയും ദൈർഘ്യമുള്ള സമയത്തേക്ക് മാറുകയായിരുന്നു. യുക്രൈനിലും ചരിത്രപരമായി അവർ ആഘോഷിക്കുന്നത് ജനുവരി 7-ന് തന്നെയായിരുന്നുവെങ്കിലും പിന്നീടുണ്ടായ ചില സമവാക്യങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അവിടെ 2 ദിവസം അവധിയുണ്ട്. അതായത് ജനുവരി 7-നും ഡിസംബർ 25-നും പൊതു അവധി അവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പല രാജ്യങ്ങളിലും ഇതുപോലെ സംഭവിക്കുന്നുണ്ട്. ചില രാജ്യങ്ങളൊക്കെ തന്നെ ഈ 2 തീയതികൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാരണം ഈ 2 സഭകളിലെയും വിശ്വാസികളായിട്ടുള്ള ആളുകൾ വളരെയധികം തിങ്ങി പാർക്കുന്ന രാജ്യങ്ങളിലൊക്കെ തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനം അവിടുത്തെ സർക്കാരുകൾ അക്കാലത്ത് കൈക്കൊണ്ടിട്ടുള്ളത്. 2023-ലാണ് യുക്രൈനിൽ ഈ 2 ദിവസങ്ങളും അവധിയാക്കാൻ തീരുമാനിച്ചത്. ബോസ്നിയ, എറിത്രിയ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ തന്നെ ഈ 2 ദിവസവും പൊതു അവധിയായി പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഏതായാലും ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ നമ്മൾ ഡിസംബർ 25 മാത്രമല്ല ജനുവരി 7-നും ഒരു വലിയ വിഭാഗം ആഘോഷിക്കുന്നുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2101-ൽ അത് ജനുവരി 8-ലേക്ക് മാറും. കാരണം ഈ സമയക്രമത്തിൻ്റെ വ്യത്യാസം അനുസരിച്ച് ജനുവരി 8-ലേക്ക് മാറും എന്നും മനസ്സിലാക്കുക. ഏതായാലും ക്രിസ്മസ് നമ്മയൊക്കെ സംബന്ധിച്ചിടത്തോളം ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ഒക്കെ തന്നെ ദൂതുമായി എത്തുന്ന വളരെ സുപ്രധാനമായ ഒരു ദിനമാണ് ക്രിസ്തുദേവൻ്റെ ജന്മദിനം. പക്ഷേ ഈ പല വിഭാഗങ്ങൾ ഈ 2 ദിവസങ്ങളിലായി ക്രിസ്മസ് ആഘോഷിക്കുന്നത് അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടല്ല, കലണ്ടറിൻ്റെ ഭാഗമായിട്ടാണ് എന്നുള്ള കാര്യം മാത്രം നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്.